ഇന്നൊരു വളരെ 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 ചെറിയൊരു വ്ളോഗാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തായാലും എടുത്തല്ലേ, എന്നാലും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് 20th ഓഫ് എന്താ ഇത് ഏത് മാസം? ഏപ്രിൽ 20 എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അത്. എന്താണെന്നറിയില്ല, മാസങ്ങളുടെ പോകണമെന്ന് അറിയണില്ല. അപ്പോൾ ഞാൻ ഈ കൊളാജൻ മാസ്ക് എന്ന് പറഞ്ഞ വൈറലായിട്ടുള്ളൊരു മാസ്ക് ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതങ്ങോട്ട് ഞാൻ ട്രൈ ചെയ്തു. ആൻഡ് അടിപൊളിയാണ്. പക്ഷേ ഈ വീഡിയോയിൽ അറിയണില്ല എന്താണെന്നറിയില്ല, ഞാൻ ബാത്റൂമിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ഈ ലൈറ്റ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോയി. നേരത്തെ കാണിച്ചത് എൻ്റെ ഫ്രണ്ടിനാണ്. ആൻഡ് ഇപ്പോൾ ഈ കാണിക്കുന്നതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയനാണ്. അവളുടെ ചേച്ചിയുണ്ട്, ഒരു അനിയനും ഉണ്ട്. അപ്പോൾ ചേച്ചിയുടെ കല്യാണമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ നിന്നൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്താണെന്നറിയില്ല, ഞാൻ ഇവരെ കൂടെ പുറത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് ഫോണിൻ്റെ കാര്യമൊക്കെ ഞാൻ മറക്കും. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്വീറ്റ്സ് ബേക്കറി പോലത്തെ ഒരു ഷോപ്പ്. അപ്പോൾ ഞാൻ അപ്പോഴേ അവരോട് പറഞ്ഞു നമുക്ക് ചായ കുടിക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ കയറിയത്. പക്ഷേ അവിടുത്തെ സ്നാക്സ് ആണെങ്കിൽ മറ്റേ ഷുഗർ ഇല്ലാത്ത ആൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഷുഗർ പേഷ്യൻ്റ് ആകും. അമ്മാതിരി മധുരമുള്ള സാധനങ്ങൾ. എനിക്കാണെങ്കിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് ഞാനൊരു ബ്രൗണി വാങ്ങിച്ചു. പിന്നെ പാനിപ്പൂരി കഴിച്ചു. ബ്രൗണി ഞാൻ വീട്ടിലോട്ടാണ് വാങ്ങിച്ചത് കേട്ടോ, വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് കഴിക്കാൻ വേണ്ടി. എൻ്റെ അപ്പോൾ ഞങ്ങളൊരു പാനിപ്പൂരിയും ഞാനൊരു ബദാം മിൽക്കോ അങ്ങനെ എന്തോ കുടിച്ചു. അപ്പോൾ അമ്മയുടെ വീഡിയോ എടുക്കണ്ടെന്ന് പറയുന്നതാണ്. പക്ഷേ ഞാൻ എടുക്കും, കാരണം എൻ്റെ പല വൃത്തികെട്ട ഫോട്ടോകളും എടുത്ത് FB-യിലിട്ട് എന്നെ നാണം കെടുത്താറുള്ളത് കൊണ്ട് തിരിച്ചൊരു പ്രതികാരം. ഓക്കെ, അപ്പോൾ ആദ്യം എൻ്റെ ക്യാമറയിൽ എന്തുണ്ടായിരുന്നു, അതാണ് ആദ്യത്തെ ഒരു മധുരം എഴുതുന്നത്. ആൻഡ് അതാണ് ഇത് ഡോക്ടറിൻ്റെ എന്തൊക്കെയോ എഴുതി തന്ന മരുന്നൊക്കെ കണ്ടു. ആൻഡ് ദിസ് വാസ് മൈ ഔട്ട്ഫിറ്റ്. ഇത് കണ്ടിട്ട് അമ്മ വെച്ച് അതൊരു ഓഫ് ഷോൾഡർ, ഒരു സൈഡിൽ എസമെട്രിക്കൽ ടീഷർട്ട് അങ്ങനെ ഒന്നുമാണ് അതിന് പറയുന്നത്. അപ്പോൾ അതായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഷർട്ട് നേരെ ഇടുക. അമ്മയ്ക്ക് മനസ്സിലായില്ല അത് അങ്ങനത്തെ മോഡലാണെന്നുള്ളത്. പിന്നെ ഞാനിവിടെ എന്തിട്ടാലും എന്നെ ഇവർ കളിയാക്കാറുണ്ട്. അതുകൊണ്ട് പിന്നെ അത് എനിക്കൊരു പുത്തിരിയല്ല. പക്ഷേ അത് അമ്മയ്ക്ക് യഥാർത്ഥത്തിൽ ആദ്യം മനസ്സിലായില്ല. പിന്നെ എന്നിട്ട് ദൈവമേ എന്തൊക്കെ കോലം കാണണമല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ, പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും എൻ്റെ അടുത്ത് ഇടണ്ട അങ്ങനെയൊന്നും പറയില്ല, എന്നിങ്ങനെ കളിയാക്കത്തേ ഉള്ളൂ രണ്ടുപേരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എൻ്റെ നൈക്കയുടെ ഒരു പെട്ടി വന്നായിരുന്നു. ഞാൻ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ചു. ആൻഡ് ഇതിൽ ഞാൻ പാക്കിങ്ങും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് പോവാണ് 2 ദിവസത്തേക്ക്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടി ഞാൻ കുറച്ചധികം സാധനങ്ങൾ മേടിച്ചു. അതിൽ പകുതി സാധനങ്ങൾ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് വല്ലാത്തൊരു തേപ്പായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല. എല്ലാ ഡെലിവറി ഡേറ്റ് ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് 21-നാണ്. 21-നുള്ളിൽ വരും എന്നാണ് കാണിച്ചത്. പക്ഷേ കുറേ സാധനങ്ങൾ വന്നില്ല. മീഷോന്ന് വാങ്ങിച്ചത് മീഷോ പിന്നെ ഞാൻ എക്സ്പെക്റ്റഡ് ആണ്, ചിലപ്പോൾ മാറാം. പക്ഷെ നൈക്കയെന്ന് വരെ വന്നത് ഡിലേ ആയി, നൈക്ക, ആമസോണൊക്കെ. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഞാനൊരു ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളില്ലാത്തതിൻ്റെ ഒരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ട്. ആൻഡ് ആദ്യം തന്നെ ഈ ഒരു മിനിമലിസ്റ്റ് സെറം ഇതെനിക്കല്ല വാങ്ങിച്ചത്. പിന്നെ ഇപ്പം വെയിലാണല്ലോ, വെയിലത്ത് സൺസ്ക്രീൻ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ എന്നാൽ പോലും അതിടുമ്പോൾ ഒരു ചെറിയതായിട്ടെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുമല്ലോ. മാക്സിമം കുട പിടിച്ച് പോവുക. ഞാൻ മറ്റേ ഗ്ലൗസൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമ്മൾ ഹാൻഡിൽ. ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഇടാം. ഒന്നാമതേ എൻ്റെ കൈ ഒടുക്കത്ത് ടാനാണ്. അപ്പോൾ എന്തിനാണ് വെറുതെ ടാനാവുന്നത്? ഞാൻ അധികം അങ്ങനെ പുറത്ത് പോകാറില്ല, ബട്ട് സ്റ്റിൽ പോകുമ്പം ആവശ്യം വരുമല്ലോ. പിന്നെ ഇത് സൺസ്ക്രീൻ സ്പ്രേ ആണ്. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടു, കുറേ പേരുടെ വീഡിയോസിൽ ഞാൻ സാധനം കണ്ടു. ആൻഡ് അപ്പം ഞാൻ വെച്ചു ഓക്കെ എന്നാൽ ട്രൈ ചെയ്യാം. പക്ഷെ നല്ലതാണ് കേട്ടോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഫൈൻ സ്പ്രേ ആയിട്ട് വരും. നല്ലൊരു സൺസ്ക്രീൻ സ്പ്രേ നോക്കുന്നവർക്ക് അഫോർഡബിളായിട്ട് ഇത് വാങ്ങിക്കാം. ആൻഡ് ഇത് 18 SPF ഉണ്ട്. SPF 80++ഉം ഇതിൻ്റെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഞാൻ 50 ആണോ 80 ആണോ വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയില്ല. ആൻഡ് ഇപ്പോൾ ഇത് ഭയങ്കര വൈറലാണ് ഈ ഒരു വിഷ് കെയറിൻ്റെ ഈ ഒരു ഡ്രൈ പൗഡർ, ഡ്രൈ ഷാമ്പൂ പൗഡർ, ആ സാധനം. അപ്പം അത് ഞാൻ വാങ്ങിച്ചു. ബിക്കോസ് എൻ്റെ ഹെയർ നല്ല ഓയിലിയാണ്. പിന്നെ സമ്മറും കൂടെ ആകുമ്പോൾ എക്സ്ട്രീംലി ഓയിലി ആവും. അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗമൊക്കെ ഭയങ്കര ഫ്ലാറ്റായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടി വാങ്ങിച്ചത്. പക്ഷേ അടിപൊളി പ്രൊഡക്റ്റാണ്. ഞാൻ ഇത് ട്രൈ ചെയ്തായിരുന്നു. ഭയങ്കര നല്ല സാധനമാണ്. നിങ്ങൾ കണ്ണും മൂട്ടി വാങ്ങിച്ചു. എന്നെ പോലെ ഓയിലി സ്കാൽപ്പുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിതൊരു മസ്റ്റ് ഹാവ് ആണ്. ഓക്കെ, അടുത്ത ഇതിൻ്റെ റീപർച്ചേസാണ് ഈ ഒരു ഇൻസൈറ്റിൻ്റെ ഈ ഒരു ബ്രോ ടാറ്റു. ഇത് അത്യാവശ്യം അഫോർഡബിളും ആണ്. അതേപോലെ തന്നെ ഇതെന്താണെന്നറിയോ, എൻ്റെ പുരുകൻ ഞാൻ അങ്ങനെ വരയ്ക്കാറില്ല. എനിക്കിങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് മുകളിലോട്ട് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കാറേ ഉള്ളൂ. അതാണ് എനിക്കിഷ്ടം. എനിക്ക് ആ ഒരു തിക്നെസ് അതേപോലെ വെക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ അധികം ഫില്ല് ചെയ്ത് കൊളാക്കാറില്ല. അപ്പം അതുകൊണ്ട് അതാണ് അതിനുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ പർച്ചേസാണ്. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത ഈ ഒരു സാധനം എന്ന് പറയുന്നത് മാഴ്സിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ലീഡിങ് ലേഡി എന്ന് പറഞ്ഞ ഷെയ്ഡാണിത്. പക്ഷേ ഇതിൻ്റെ ക്യൂയിനോ അങ്ങനെ എന്തോ ഒരു ഷെയ്ഡ് എൻ്റെ ഉണ്ട്, അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡും ഉണ്ട്. പക്ഷേ നല്ല ലിപ്സ്റ്റിക്കാണ്. അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ് ചുണ്ടിലിടാൻ. അതാണ് മെയിൻ കാര്യം.
ലാസ്റ്റിങ് ഇപ്പം എനിക്ക് ലാസ്റ്റിങ് ചെയ്തില്ലെങ്കിലും എൻ്റെ ലിപ്സ്റ്റിക്ക് ഇത്ര ലാസ്റ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കണം ചുണ്ടിലിടാൻ വേണ്ടിയിട്ട്. അതാണ് എൻ്റെ മെയിൻ ഇത്. ഇനി ഈ വർഷം ഞാൻ ലിപ്സ്റ്റിക്ക് ഞാൻ നല്ലോണം വാങ്ങുന്ന കുറച്ചു. പണ്ടത്തെ വീഡിയോ എനിക്ക് കാണുന്നവർക്കറിയാം, ഞാൻ നിറയെ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ വേണ്ടാത്തതൊക്കെ എടുത്ത് കളഞ്ഞ് ആവശ്യമില്ലാത്തൊക്കെ കൊടുത്ത് ഇപ്പം എൻ്റെ വളരെ ലിമിറ്റല്ലേ, എന്നാലും കുറവല്ല, അത്യാവശ്യം കൂടുതൽ തന്നെയാണ് ലിപ്സ്റ്റിക്ക് എന്നാലും. സോ ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കൊളാജൻ മാസ്ക് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടും ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ ഓൾറെഡി ഇത് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനിപ്പോൾ സെയിൽ വന്നായിരുന്നു, buy 2 get 1 അങ്ങനെ എന്തോ. അപ്പം വന്നപ്പോഴത്തേക്കും ഞാനിത് റീസ്റ്റോക്ക് ചെയ്ത് വെച്ച്. അത്രയും അടിപൊളി മാസ്കാണ് കേട്ടോ, അത്രയും അടിപൊളി മാസ്കാണ്. അടുത്ത് ഈ ഒരു മില ബ്യൂട്ടിയുടെ ലിപ് ഗ്ലോസ്. ഇത് രശ്മിക മന്ദാന ഇൻസ്പയർഡ് ആയിട്ട് എല്ലാവരും ഇപ്പോൾ ഭയങ്കരമായിട്ട് പറഞ്ഞൊരു ലിപ് ഗ്ലോസ്. ഞാൻ വാങ്ങണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ എൻ്റെ ഫീഡ് മൊത്തം അതായതുകൊണ്ട് അറ്റ്ലാസ്റ്റ് ഞാനും വാങ്ങിച്ചു. ആൻഡ് പിന്നെ ഒരു അണ്ടർ ഐ ക്രീം, ഇതെൻ്റെ സെക്കൻഡ് പർച്ചേസാണ്. അതും നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഉള്ളവർക്ക് നല്ലതാണ്. പക്ഷേ എനിക്കങ്ങനെ ഭയങ്കര പ്രൊമിനൻറ്റ് ഡാർക്ക് സർക്കിൾസ് ഒന്നും ഇല്ല. പക്ഷേ എപ്പോഴും നമ്മൾ ഫോണൊക്കെ ഉപയോഗിക്കുന്നില്ലേ, അപ്പം ഇങ്ങനെ നമ്മളൊന്ന് അത് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കും. ഫ്രിഡ്ജിൽ ഞാൻ വെക്കാറുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് മസാജ് ചെയ്യുമ്പോൾ അവിടെ ഒരു കൂളിംഗ് സെൻസേഷൻ കിട്ടുമ്പോൾ ഒരു സുഖം. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ആക്ച്വലി എനിക്ക് നല്ലൊരു മാറ്റമുണ്ട്, എനിക്ക് ചെറുതായിട്ട് എനിക്ക് അവിടെ ഡിസ്കളറേഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ പാക്കിങ് തുടങ്ങി. പാക്കിങ്ങിനെ പറ്റി ഫസ്റ്റ് പറയാം. ഞാൻ ഈ മഞ്ഞൾ ഫേസ് പാക്ക് ഇട്ടിട്ട് എൻ്റെ നഖം മൊത്തം മഞ്ഞ കളറിലായി. ഇപ്പം ഞാൻ നഖം വെട്ടി. ഞാൻ കല്യാണം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഞാൻ നഖം വെട്ടാൻ, ഡ്യൂ ടു മെനി സം അതർ റീസൺസ്. പക്ഷെ ഞാൻ വളർത്തും. ഞാൻ കാലിലും കയ്യിലൊക്കെ നഖം വെട്ടി, നെയിൽ പോളിഷൊക്കെ മാറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആദ്യം കാണിച്ച നൈറ്റ് ഡ്രസ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അത് സവാനയിൽ നിന്നാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതും ഭയങ്കര നല്ല ക്വാളിറ്റി ഉണ്ട് ആൻഡ് ഭയങ്കര അഫോർഡബിളും ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. സോ നമ്മൾ മെയിനായിട്ട് ഈ പോകുന്ന സ്ഥലത്ത് അങ്ങനെ പുറത്ത് പോകുന്ന ഡ്രസ്സ്, അധികം സ്കിൻ കെയർ, അധികം മേക്കപ്പ് ഒന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഒരു പെട്ടിയുടെ ഒരു സൈഡ് മൊത്തം എൻ്റെ സാധനങ്ങളും, അപ്പുറത്തെ സൈഡിലാണ് അമ്മയും എൻ്റെ അരിയനും സാധനങ്ങൾ വെക്കുന്നത്. അപ്പോൾ ഊഹിക്കാമല്ലോ, ഞാൻ എപ്പോഴും ഒരു സേഫ്റ്റിക്ക് ഇതും കൂടി ഇരിക്കട്ടെ, ഒരു സേഫ്റ്റിക്ക് അത് വേണം, ഒരു സേഫ്റ്റിക്ക് ഇത് വേണം. ഞാൻ എപ്പോഴും സേഫ്റ്റി നോക്കിയിട്ട് കുറേ സാധനങ്ങൾ എടുത്ത് വെക്കും. പക്ഷേ ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് ട്രോളിയാണ്. ഇതിൻ്റെ ആവശ്യമില്ല. ആകെ 2 ദിവസത്തേക്കാണ് പോകുന്നത്. നമ്മൾ 2 ദിവസത്തേക്ക് നമ്മൾ ഈ 3 പേരും കൂടെ ഒരു പെട്ടിയിലങ്ങ് ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ട്രോളി അങ്ങ് എടുത്താൽ മതിയല്ലോ. പിന്നെ ഒരു ഷർട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ എൻ്റെ ടവൽ വെക്കുന്നുണ്ട്, പിന്നെ ഒരു കുർത്തി സെറ്റ്, ഞാൻ ഇതും കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ ഒരു കുർത്തി സെറ്റ് വെക്കുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് പാക്ക് ചെയ്യാനുള്ളത് എന്താണ്, കുറച്ച് സ്കിൻ കെയർ, അത്യാവശ്യമായിട്ടുള്ള സ്കിൻ കെയർസ്, എൻ്റെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസർ, പിന്നെ ആ ഒരു ഡ്രൈ ഷാമ്പൂ, പിന്നെന്താണ് എൻ്റെ ഫേസ് വാഷ്, ഒരു ലിപ്സ്റ്റിക്ക്, അങ്ങനത്തെ വളരെ വളരെ കുറച്ച് സാധനങ്ങളെ വെക്കുന്നുള്ളൂ. പിന്നെ സൺസ്ക്രീൻ ഞാൻ 2 എടുത്തിട്ടുണ്ട്. ക്രീം ബേസ്ഡ് ആയിട്ട് ഫേസിലിടാൻ വേണ്ടിയിട്ടുള്ള സൺസ്ക്രീനും അതെൻ്റെ ഡോക്ടർ തന്നതാണ്. കാരണം എനിക്ക് സമ്മർ ആകുമ്പം എൻ്റെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം സമ്മറിൽ എൻ്റെ സ്കിൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും, ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, ഇച്ചിങ് വരും. അതേപോലെ എനിക്ക് സൺ അലർജി വരാറുണ്ട്. അതായത് എന്താ പറയുക, സൺബേൺ, എൻ്റെ ഫേസ് ഇങ്ങനെ തൊലി ചിലപ്പം ഇങ്ങനെ ഒരു സൈഡിലൊക്കെ പോവും വെയിൽ ഒരുപാട് കൊണ്ടുകഴിഞ്ഞാൽ. ആൻഡ് മൈഗ്രെയിൻ, ഇതൊക്കെ എനിക്ക് ഞാൻ സമ്മറും സെറ്റേ ആവില്ല. പക്ഷേ എനിക്ക് എന്നാൽ ഇഷ്ടം ബീച്ചാണ്, എനിക്ക് ബീച്ചിൽ പോകാനാണ് ഇഷ്ടം. പക്ഷേ എന്നാലും എനിക്കിങ്ങനെ സമ്മർ പറ്റില്ല, എനിക്ക് തീരെ ചൂട് എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്നാലും ഞാൻ മാക്സിമം അതുകൊണ്ട് അകത്തിരിക്കാനാണ് എനിക്കിഷ്ടം സമ്മർ സമയങ്ങളിൽ. പക്ഷേ എനിക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. ബീച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ സമ്മർ വെക്കേഷൻ ആ ഒരു വൈബാണല്ലോ. പക്ഷേ എനിക്ക് സമ്മർ വെക്കേഷന് പോകാൻ പറ്റത്തില്ല. വേറെ എപ്പോഴെങ്കിലും ഞാൻ സമ്മർ വെക്കേഷന് പോവാം അങ്ങനെ. അപ്പം ഇത്രയും സാധനങ്ങൾ ആണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. സോ ബൈ ദ ബൈ, നിങ്ങൾക്ക് എങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് പറയാട്ടോ. ഞാൻ എന്തായാലും ഉടനെ തന്നെ ചെയ്യുന്നതാണ് വീഡിയോസൊക്കെ. പിന്നെ ആദ്യം ഞാൻ എടുത്ത് വെച്ച ബോഡി ലോഷൻ മാറ്റിയിട്ട് ഞാൻ ഈ ഒരു ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ഈ ഒരു കോംബോ വെച്ചു. അതാകുമ്പം നല്ല ലാസ്റ്റിങ്, ആ ഒരു ഫ്രേഗ്രൻസ് കുറേ നാൾ നിൽക്കും. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ BGM ആയിട്ട് എന്താണ് ഈ ഗണ്ണിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം, കാരണം എൻ്റെ അനിയൻ ഗെയിം കളിക്കുവാണ്. പിന്നെ ഞാൻ ഒരു ജീൻസും കൂടി എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ, അതും കൂടി ഒരു ഔട്ട്ഫിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇടാനുള്ള. എന്നിട്ട് ഞാൻ പിന്നെ ഇരിക്കട്ടെ, ആവശ്യം വന്നാലോ ആ ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് ഒരു നൈറ്റ് വെയറിൻ്റെ ആവശ്യമുള്ളൂ. എൻ്റെ അമ്മയ്ക്ക് ആകെ ഒരു നൈറ്റിയാണ് എടുത്ത് വെച്ചിട്ടുള്ളൂ, ഒരു നൈറ്റി. അപ്പോൾ ഞാൻ സ്ഥലത്താണ് ഞാൻ ഇത്രയും പാക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ എക്സ്ട്രാ ഉള്ള ബണ്ണ്, ചീപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ സൈഡിൽ വെച്ചു. ഈ ഒരു ഒറ്റ സൈഡ് ഫുൾ എനിക്കും, എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ ഞാൻ എൻ്റെ കുറേ ഇന്നോവേഴ്സൊക്കെ, ഞാൻ ഇതിൽ ഇന്നോവേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ സൈഡിൽ, എൻ്റെ സൈഡ് ഓൾറെഡി ഫില്ലായല്ലോ, അപ്പോൾ അവരുടെ സൈഡിലാണ് ഞാൻ എൻ്റെ ഇന്നോവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചത്.
അത്രയ്ക്കും ഇതിലൊരു 3/4 ഞാൻ തന്നെയാണ് ഈ പെട്ടിയിൽ സ്ഥലം യൂസ് ചെയ്യുന്നത്. ബാക്കി മാത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ. എനിക്ക് ഈ തുണിയുടെ കൂട്ടത്തിൽ ഇപ്പം ഈ സ്കിൻ കെയർ ഒക്കെ വെക്കാൻ ഭയങ്കര പേടിയാണ്. പൗച്ചിലിട്ട് വെച്ചാൽ കുഴപ്പമില്ല, അല്ലാണ്ട് എനിക്ക് വെക്കാൻ പേടിയാണ്. കാരണം ഞാൻ ലാസ്റ്റ് ടൈം നമ്മളൊരു ഇവിടെ പോയി കന്യാകുമാരി പോയ സമയത്ത് ഞാനിങ്ങനെ സ്കിൻ കെയർ എല്ലാം കൂടി ഒരു സൈഡിലിട്ടിട്ട്, എന്നുവെച്ചാൽ ഞാൻ പൗച്ചിലാക്കാണ്ട് വെച്ചിട്ട് അത് ഒരെണ്ണം ലീക്കായി എൻ്റെ ഡ്രസ്സിലും പെട്ടിയിലും ഒക്കെ ആയി. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതിനുശേഷം അതിൻ്റെ അത് പുതിയ എൻ്റെ ഒരു ക്ലെൻസിങ് ഓയിലാണായത്. ക്ലെൻസിങ് ഓയിൽ മുഖത്ത് നമ്മൾ മേക്കപ്പൊക്കെ കളയുമ്പോൾ യൂസ് ചെയ്യുന്ന ആ സാധനം അത് ഫുള്ളായി, അത് പകുതിയും പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഈ സൈഡിലാണ് അവർക്കുള്ള സാധനങ്ങൾ. പിന്നെ ഞാൻ രാത്രി ഇപ്പം മിക്ക ദിവസവും ഈ മഞ്ഞൾ ഇട്ടിട്ടുള്ള പാല് കുടിക്കാറുണ്ട്. നല്ലതാണ്. ഉറക്കം ഒന്നും ശരിയാവുന്നില്ല എന്നുള്ളവർക്ക് അത് കുടിച്ചിട്ട് കിടക്കാം. ഞാൻ അതുകൊണ്ടല്ല, പ്രോട്ടീൻ എന്തെങ്കിലുമൊക്കെ പ്രോട്ടീൻ വേണ്ടേ. ഞാൻ പ്രോട്ടീൻ തീരെ കഴിക്കാറില്ല ഗൈസ്. ഞാൻ പ്രോട്ടീൻ പൗഡർ എന്തായാലും വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു സ്പ്രേ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. അത് നല്ല ഫൈനായിട്ട് സ്പ്രേ വരും. ആൻഡ് ഓൾസോ ഈ ഒരു നെക്ക് പില്ലോ, നമ്മൾ ട്രാവൽ ചെയ്യുന്നില്ല, അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ട്രാവൽ ചെയ്യുമ്പം കംഫർട്ടബിളായിട്ടിരിക്കാനും എനിക്ക് ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതുകൊണ്ട് അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ എൻ്റെ റൂം ഒത്തും നന്നായിട്ട് ഡെറ്റോളൊക്കെ ഇട്ട് വൃത്തിയാക്കി കഴുകിയാണ് ഇട്ടിരുന്നത് എൻ്റെ റൂം. ആ റൂമിൽ ഞാൻ ഒന്നുകൂടെ ഈ സംഭവം വെച്ച് എന്താ എൻ്റെ പേര് പറയുന്നത് എനിക്കറിയാം, കുന്തിരിക്കും അതല്ലേ, അത് വെച്ചിട്ട് ഇങ്ങനെ പുകയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് എന്തോ ഇങ്ങനെ സ്മെല്ല് ഭയങ്കര ഇഷ്ടം. എൻ്റെ റൂം, എൻ്റെ ഇവിടെയൊക്കെ നല്ല സ്മെല്ലായിട്ട് ഇരിക്കണം, നല്ല ഗുഡ് സ്മെല്ലായിരിക്കണം, ബാഡ് സ്മെല്ല് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ, നല്ല ഫൈനായിട്ട് ഇത് വരും. എന്നിട്ട് നമ്മൾ നൈറ്റായി ഇപ്പോൾ ഫിലിമും കാണാൻ പോയി. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.